ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിൻ്റെ 57ാമത്തെ ദിവസമാണ്. 120/22 ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ 57 ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് ഞാൻ ഡെയിലി ബൂസ്റ്റ് ഇടുന്നത് അത്യാവശ്യം നമ്മുടെ ഫസ്റ്റ് തൊട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒത്തിരി കുട്ടികൾ ഫസ്റ്റ് ഡേ 1 തൊട്ട് നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഗ്യാപ്പ് ഇടുന്നത്. അതിൻ്റെ പാരലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ SCRT കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. -2^6 ഇൻറ്റു -4^-7 into divided by -2 the whole power 2 the whole power -5. വായിക്കാൻ തന്നെ കുറച്ച് പണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നത് ഒന്നുകിൽ ഇതിന് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ ആൻസർ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത് നോക്കിക്കേ. ഇവിടെ ഈ -2^6 എന്ന് പറയുന്നതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഈ -4നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? -1 × 2² എന്ന് എഴുതാം. കാര്യം നമുക്കിവിടെ ബേസ് എല്ലാം എന്താക്കണം, സെയിം ആക്കണം. സോ ഇവിടെ -1 ഇവിടെ എന്ത് വരും, 2². ഇവിടെ ഹോൾ പവർ -7 ആണ്. നമുക്കറിയാം -1ന്റെ പവറിൽ എന്ത് വലിയ നമ്പർ വന്നാലും അവിടെ അത് നെഗറ്റീവ് തന്നെയാണ്, നമുക്കവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമുക്ക് അതായത് ഇതിന് ഇങ്ങനെ വരും, -1 the whole power -7 എന്ന് വരും. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? -1 divided by -1^7 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ അവിടെ -1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അവിടെ വലിയ മാറ്റമൊന്നും വരുത്തണ്ട. ഇവിടെ എന്ത് വരും, ദി ഹോൾ പവർ -7 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് വരേണ്ടത്, -2 ദി ഹോൾ പവർ. ഇവിടെ എന്താണ്, a⁻m ദി ഹോൾ പവർ n എന്ന് പറയുന്നത് a⁻mn ആണ്. അതേപോലെ തന്നെ ഇവിടെ 2 × 5 എന്ന് പറയുന്നത് -10 ആയിട്ട് വരും. ഇനി നമുക്കിവിടെ നേരെ താഴെയുള്ള പവറിനെ 1/a⁻m എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെഴുതാം, a⁻m എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്കിവിടെ എന്തെഴുതാം, -2^6 ആണ്. ഇവിടെ എന്ത് വരും, -2 പവർ, ഇവിടെ 7 × 2 14 -14. ഇവിടുത്തെ -1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ -2 പവർ -10 എന്ന് വന്നു. ഇതിന് നേരെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ -2^6 into -2 power -14 into -2 power 10 എന്ന് വരും. ഇവിടെ a⁻m into a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും, -2 ദി ഹോൾ പവറിൽ 6 + -14 + 10 എന്ന് വരും. 10 6 16 ആണ്. 16ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എത്ര, 16ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ 2 ആണ്. സോ -2 ദി ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം, -2 × -2 ആൻസർ എത്ര വരും, 4 എന്ന് വരും. ഇവിടുത്തെ ആൻസർ -2 ദി ഹോൾ പവർ ഹോൾ സ്ക്വയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 നിരീക്ഷണങ്ങളുടെ ശരാശരി 20 ആണെന്ന് കണ്ടെത്തി. 12 എന്നത് 21 തെറ്റായി വായിച്ചതാണ്. കാരണം 10 ശരാശരി 20 ആണെന്ന് കണ്ടെത്തി. അപ്പം നമുക്കിവിടെ എത്രയായിരുന്നു, ടോട്ടൽ എന്ന് പറയുന്നത് 200 ആയിരുന്നു അല്ലേ. നമുക്കറിയാം ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ മതി ആകെ തുക കിട്ടാനായിട്ട് അല്ലേ. ഇവിടെ എന്താണ് സംഭവിച്ചത്, 12 ആയിരുന്നു അവിടെ എഴുതിയത്, അവിടെ 21 ആണെന്ന് വായിച്ചു. അപ്പം എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ 12ൽ നിന്ന് നമുക്ക് ഇവിടുത്തെ വ്യത്യാസം കണ്ടുപിടിക്കണം. 21 ആണെന്നാണ് ശരിക്കും വേണ്ടിയിരുന്നത് അല്ലേ. അത് അല്ല, 21 ആണ് തെറ്റായിട്ട് വായിച്ചത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 12 അങ്ങ് കുറക്കണം, 9. അപ്പോൾ ഇവിടെ 9 കൂടുതലാണ്, ശരിക്കും വരേണ്ട എമൗണ്ടിനേക്കാൾ 9 കൂടുതലാണ്. അത് നേരെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. സോ എത്ര വരും, 200ൽ നിന്ന് 9 കുറക്കുമ്പോൾ 190 വരും. ഓക്കെ, ഈ 191 വരും. 10 കുറക്കുമ്പോഴല്ലേ 190 ഇടുന്ന. 191 എന്താ, പുതിയ തുക എന്ന് പറയുന്നത്. ഇതായിരുന്നു ശരിക്കും വരേണ്ടിയിരുന്ന തുക എന്ന് പറയുന്നത് 191 ആണ്. ഓക്കെ, അത് അവിടെ നമ്മൾ എന്ത് എഴുതി, 21 തെറ്റായിട്ട് എഴുതി, അതായത് 9 കൂട്ടി എഴുതി. അപ്പം നമ്മൾ ആ 9 കുറക്കണം ആകിയ തുകയിൽ നിന്ന്. അപ്പം ഇതാണ് 191 തുക. എത്ര പേരുടെ ശരാശരിയാണ്, 10 പേരുടെ ശരാശരി. സോ ഇവിടെ ആൻസർ എത്ര വരും, 19.1 ആണ് ശരിയായ ശരാശരി എന്ന് പറയുന്നത്. 19.1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഒരു ഓഫീസിലെ 80% ജീവനക്കാരും സ്ത്രീകളാണ്. ആകെ പുരുഷന്മാരുടെ എണ്ണം 25%. സ്ത്രീ ജീവനക്കാരുടെ എണ്ണം എത്ര? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഓഫീസിലെ 80% ജീവനക്കാരും സ്ത്രീകളാണ്. അതിൽ ബാക്കി എത്രയുണ്ട്? ബാക്കി 20% ഈ പറയുന്ന പുരുഷന്മാര്. 20% 25 എങ്കിൽ 80% എത്രയെന്നല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക? നേരെ ഇവിടെ ക്രോസ് ചെയ്യുക. 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണമുള്ളതിനെ താഴെ എഴുതുക. 0 0 കട്ടാകും, ഇവിടെ കട്ടാകും. 4 തവണ 4 × 25 100. അപ്പൊ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം എത്രയാണ്? നമ്മുടെ 100 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പര്യടനത്തിലിരിക്കുന്ന ഒരു കാർ മണിക്കൂറിൽ 64 കിലോമീറ്റർ വേഗതയിൽ 160 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഓക്കെ ആണല്ലോ. അതായത് 64 കിലോമീറ്റർ പെർ വേഗതയിൽ 160 കിലോമീറ്റർ സഞ്ചരിച്ചു. അടുത്ത 160 കിലോമീറ്റർ, നെക്സ്റ്റ് 160 കിലോമീറ്റർ എന്ത് സഞ്ചരിച്ചു? 80 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അടുത്ത 160 കിലോമീറ്റർ എങ്കിൽ ആദ്യം 320 കിലോമീറ്ററിന്റെ ശരാശരി വേഗത എത്ര? അതായത് ടോട്ടൽ എത്ര? ഇതിന്റെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, 2ab ഡിവൈഡഡ് ബൈ a + b എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതാണ് a, ഇതാണ് b അല്ലെ. ഇവിടെ എന്താണ്? ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? തുല്യ ദൂരമാണ് അല്ലെ. ഇതും 160 ഇതും 160. തുല്യ ദൂരം വ്യത്യസ്ത വേഗതയാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ്? തുല്യ ദൂരം എന്താണ്? വ്യത്യസ്ത വേഗതയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? 2ab ഡിവൈഡ് ബൈ a + b. 2ab എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 64 × 80 ഡിവൈഡ് ബൈ 64 + 80 എന്ന് വരും. ഓക്കെ, അതായത് 2 × 64 × 80 ഡിവൈഡഡ് ബൈ 144 എന്ന് വരും. ഇതിന് നമുക്ക് മാക്സിമം കട്ട് ചെയ്ത് വരുമ്പോഴേക്കും 71.11 കിട്ടും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 71.11 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A:B. ഓക്കെ, A:B എന്ന് പറയുന്നത് C:D ആണെങ്കിൽ താഴെ പറയുന്നത് ശരിയേത്? ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ റിലേഷൻ എഴുതാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. A/B = C/D ആണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? AD = BC. AC അല്ല, AD = BC എന്ന് എഴുതാനായിട്ട് പറ്റും. ക്രോസ് ചെയ്യണം. അപ്പോൾ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 2022 കലണ്ടർ വർഷത്തിന് സമാനമായിരിക്കും. 2022 കലണ്ടർ ഡാഷ് വർഷത്തിന് സമാനമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളോട് ചോദിക്കുന്നത് ഒരു വർഷത്തെ കലണ്ടർ എന്നിട്ട് ഈ കലണ്ടർ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടുത്ത വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ വർഷത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2022 നമ്മൾ നേരെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ i 4 20 വരും. ഇവിടെ 2 0 വരും. 22 4 തവണ i 4 20 ശിഷ്ടം 2 വരും. ഈ ശിഷ്ടത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം 1 ആണെങ്കിൽ ആ വർഷത്തിനോട് 6 കൂട്ടണം. ശിഷ്ടം 2 ആണെങ്കിൽ ആ വർഷത്തിനോട് 11 കൂട്ടണം. ശിഷ്ടം 3 ആണെങ്കിലും ആ വർഷത്തിനോട് 11 കൂട്ടണം. ഇനി ശിഷ്ടം 4 വരുമോ? ഇല്ല, ശിഷ്ടം 0 ആണ് വരേണ്ടത്. 0 ആണ് എങ്കിൽ അതിനോട് 28 കൂട്ടണം. ഇതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 2022 ആണ്. ശിഷ്ടം എത്ര കിട്ടി? 2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എത്ര കൂട്ടണം? ഈ 2022 11 കൂട്ടിയാൽ മതി. സോ 2033 ഈ കലണ്ടർ, സെയിം കലണ്ടർ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് 2033 അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. 1 ആണെങ്കിൽ 6, 2 ആണെങ്കിൽ 11, 3 ആണെങ്കിൽ 11, 0 ആണെങ്കിൽ 28 കൂട്ടണം. ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ ഒറ്റയാനെ തിരിച്ചറിയാൻ. ഒറ്റയാൻ എന്ന് പറയുന്നത് ഇവിടെ 105 ആണ്. ബാക്കി ഇവിടെ എല്ലാം തന്നിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. ഇവിടുത്തെ ആൻസർ 105 ആണ്. 4:10 ക്ലോക്കിന്റെ 2 കൈകൾക്കിടയിലുള്ള കോണളവ് കണ്ടെത്താം. 4:10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? 30h - 11/2m ചെയ്യുക. 30h എന്ന് പറയുമ്പോൾ 30 × h 4 ആണ്, -11/2 × 10 കട്ടായി പോകും. 5 30 × 4 120 - 55 എന്ന് വരും. 120 നിന്ന് 55 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരേണ്ടത്? 65 ആണ് വരേണ്ടത്. ഇവിടെ എല്ലാത്തിനും ഒരു മോഡുലസ് ഉണ്ട്. ഇവിടെ 65 ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 2 12 36 80 -282. 2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1ന്റെ ക്യൂബിനോട് 1ന്റെ സ്ക്വയർ കൂട്ടി. നെക്സ്റ്റ്
ഇവിടെ എത്ര വരും? 1 + 1 2 നെക്സ്റ്റ് നോക്കാം നമുക്ക്. 2ന്റെ ക്യൂബിനോട് 2ന്റെ സ്ക്വയർ കൂട്ടി. 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 8നോട് 4 കൂട്ടുമ്പോൾ 12 കിട്ടി. നെക്സ്റ്റ് 3ന്റെ ക്യൂബിനോട് 3ന്റെ സ്ക്വയർ കൂട്ടണം. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 അതിനോട് 3ന്റെ സ്ക്വയർ ആയ 9 കൂട്ടുമ്പോൾ 36 വരും. നെക്സ്റ്റ് 4ന്റെ ക്യൂബിനോട് 4ന്റെ സ്ക്വയർ കൂട്ടി. 4ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും? 64 വരും. അതിനോട് 16 കൂട്ടുമ്പോൾ 80 വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 5ന്റെ ക്യൂബിനോട് 5ന്റെ സ്ക്വയർ കൂട്ടി. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 പ്ലസ് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25. സോ ആൻസർ എത്ര വരും? 150. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 150 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ചെയർ എന്നത് 3 4 5 6 7 ആണെങ്കിൽ റെന്റ് എന്നത് 7 1 2 8 എന്നും എഴുതിയാൽ റയർ എന്നത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇവിടുത്തെ ആറിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? 7 എഴുതി കൊടുക്കാം. ഇക്ക് പകരം നമുക്ക് 1 എഴുതാം. എക്ക് പകരം നമുക്ക് 5 എഴുതാം. അടുത്ത എന്താണ്? 7 1. ഇവിടെ ആറിന് പകരം 7 എഴുതാം. 7 1 5 7 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇംഗ്ലീഷ് ആണ് വരുന്നത്. നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം. ചൂസ് എ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫോർ ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ ശരിയായ സ്പെല്ലിംഗ് ആണ് നമുക്ക് വേണ്ടത്. എന്താണ് ഇവിടുത്തെ ശരിയായ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്? റൈറ്റസ് ആണ്. റൈറ്റസ്, ഇതാണ് നമുക്ക് ശരിയായ സ്പെല്ലിംഗ്. റൈറ്റ് EOUS ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. നെക്സ്റ്റ് വരുന്നത് ഗേജ് ആണ്. ഗേജ് എന്ന് പറയുമ്പോൾ റൈറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? മോറലി എന്നൊക്കെ പറയത്തില്ല, അതാണ്. ഗേജ് എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് GAUG ആണ്. നമ്മൾ നാരോ ഗേജ്, റെയിൽവേയുടെ ഗേജ് ഒക്കെ പറയത്തില്ല, ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിനെയൊക്കെ നമുക്ക് ഗേജ് പറയും. പിന്നെ നമ്മൾ പണ്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഗേജ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഗേജ് എന്ന് പറയുമ്പോൾ എന്താണ്? GAU ആണ്. GU അല്ല, GAU ആണ്. അടുത്തത് എന്താണ്? മൊമെന്റോ അല്ല, ME ആണ് കേട്ടോ. MENTO ആണ് മൊമെന്റോ എന്ന് പറയുന്നത്. മെമെന്റോ. ഓക്കെ, ഇനി എന്താണ്? പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് പറയേണ്ടത്? ഇവിടെ NOUN, നൗൺ എന്നുള്ളത് ശരിക്കും വേണ്ട. ഇവിടെ എന്താണ് വരേണ്ടത്? നൺ മതി. പ്രൊനൗൺസിയേഷൻ ആണ്. പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഇവിടെ O വേണ്ട എന്നുള്ള ഒറ്റ തെറ്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഷീ ഈസ് റിലീവ്ഡ് കഴിഞ്ഞിട്ട് ഡാഷ് ഹെർ ഡ്യൂട്ടി ആണ്. റിലീവ്ഡ് ഓഫ് ആണ്. റിലീവ്ഡ് ഓഫ് അതായത് എന്താണ്? നമുക്ക് എന്തെങ്കിലും മാറി നിൽക്കില്ലേ? അവളുടെ ഡ്യൂട്ടിയിൽ നിന്ന് നമ്മൾ മാറിയുന്നു, അതിനെയാണ് നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നത്. അതായത് മിക്കപ്പോഴും റിലീവിന് ശേഷം നമ്മൾ ഓഫ് എന്ന പ്രപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് റിലീവ്ഡ് ഓഫ് ഹെർ ഡ്യൂട്ടി. നമുക്ക് എന്തെങ്കിലും അസുഖം കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു, അതിനെയാണ് റിലീവ് ചെയ്തു എന്നൊക്കെ പറയത്തില്ല, റിലീവ്ഡ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെ ഐഡിയൽ എന്നുള്ളതാണ് ഓഡ് വൺ ഔട്ട് ആയിട്ട്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദർശമുള്ളത്. ഇവിടെ എന്താണ് ഇതിന്റെ മീനിങ്? ഇൻഡോളസന്റ്, ലെത്താർജിക്, ഇതെല്ലാത്തിൻ്റെയും മീനിങ് ഈ പറയുന്ന അലസമായ, മടിയുള്ള ആ ഒരു മീനിങ്ങിലാണ് വരുന്നത്. ഇതെല്ലാം മൂന്നും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഐഡിയൽ. IDEAL ആണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സിയും ഡിയും ആണ് ഇവിടെ ഓപ്ഷനിൽ കയറി വന്നിരിക്കുന്നത്. ഉണ്ടോ? ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ചൂസ് ദ കറക്റ്റ് വൺ. ലോവ്സ്, ഷീപ്പ്, എക്കോ, ലവ്സ്. എന്താണ് ഇവിടെ വരേണ്ടത്? ഇവിടെ ലോഫ് എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ ഫോം വരേണ്ടത് ലോവ്സ് ആണ്. VES ആണ്. ഷീപ്പ് തന്നെയാണ് പറയുന്നത്, ശരിയാണ്. ലവ്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പ്ലൂറൽ എന്ന് പറയുന്നത് ലൈസ് ആണ്. ലൈസ് ആണ് വരേണ്ടത്. എക്കോ എന്ന് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് എക്കോസ് ആണ്. എക്കോസ് ആണ്. എക്കോസ്. ഓക്കെ, ഷീപ്പ് തന്നെയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കണം. ലോവ്സ് ആണ്. ലവ്സ് ലൈസ് ആണ്. എക്കോസ് ആണ്. ദ മോർ യു ട്രൈ ദ ഡാഷ് ഇറ്റ് ഈസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മോർ വരുന്നത് അല്ലെ, കമ്പാറ്റീവ് ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എന്താ? ദ മോർ യു ട്രൈ. മോർ എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പാറ്റീവ് ഡിഗ്രിയിൽ വരുമ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? കമ്പാറ്റീവ് ഡിഗ്രി തന്നെ വേണം. അപ്പൊ ഇവിടെ എന്ത് വേണം? ദ ബെറ്റർ ഇറ്റ് ഈസ് എന്ന് വേണം. ദ ബെറ്റർ ആണ് വരേണ്ടത്. ഓക്കെ, കമ്പാറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് പറയത്തില്ല, അതേപോലെ തന്നെയാണ് വരേണ്ടത്. ഇവിടെ എന്താണ്? ബെറ്റർ ആണ്. ബെറ്റർ. കമ്പാറ്റീവ് ഡിഗ്രിയുടെ ഫോം എന്ന് പറയുന്നത് ബെറ്റർ ആണ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് ആണ് വരുന്നത്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നത്. ഐ ആം റോങ് ഇൻ ദിസ് കേസ്. ഐ ആം റോങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ടാഗ് എന്താണ്? ഇവിടെ നമുക്ക് നെഗറ്റീവ് ആയിരിക്കണം ടാഗ് വരേണ്ടത്. കാര്യം ഇവിടെ പോസിറ്റീവ് ആണ്. ആം എന്ന് പറയുമ്പോൾ നമ്മൾ ആമിൻ്റെ ഐ എന്ന് നമ്മളല്ല പറയുന്നത്. എന്താണ് വരേണ്ടത്?
ആംപ്ലസ് നോട്ട് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. ആംപ്ലസ് നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആറിൻ്റെ ആണ് പറയേണ്ടത്. ആംപ്ലസ് നോട്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്? ആറിൻ്റെ ആണ്. ഐ ആം റോങ് ഇൻ ദിസ് കേസ്. ആറിൻ്റെ ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. their dash is different and the best in the field എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? their dash is different and the best in the field. modus operandi എന്ന് പറയും. മോഡ് ഓഫ് ഓപ്പറേഷൻ ഇല്ലേ, അതിനെയാണ്, മെത്തേഡ് ഓഫ് ഓപ്പറേഷനെയാണ്. അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണ്? ഈ ഒരു മൊത്തത്തിൽ വ്യത്യാസമാണ്, ഈ ഒരു ഫീൽഡിൽ മൊത്തത്തിൽ ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ദ മോഡോസ് ഓപ്പറൻഡി ആണ്, മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. നോട്ടാബിനെ, നോട്ടാബിനെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. എൻ ബീറ്റ് പറയത്തില്ല, അതിനെയാണ് നമ്മൾ നോട്ടാബിനെ എന്ന് പറയുന്നത്. അപ്പൊ എൻ ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടാബിനെ ആണ്. പിന്നെ ബോണഫൈഡ്, ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ഫെയ്ത്ത്, ഗുഡ് ഫെയ്ത്ത് എന്നൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? അഡ് ഇൻഫിനിറ്റം, അഡ് ഇൻഫിനിറ്റം. അഡ് ഇൻഫിനിറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻലെസ്ലി. നമുക്ക് ഇത് പറയില്ലേ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കിടക്കുമല്ലേ, അതിനെയാണ് പറയുന്നത് എൻലെസ്ലി എന്ന് പറയും. ഓക്കെ, അഡ് ഇൻഫിനിറ്റം എന്ന് പറഞ്ഞാൽ, ഇൻഫിനിറ്റം എന്ന് പറഞ്ഞാൽ എൻലെസ്ലി ആണ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് ആണ്. നോട്ടാബിനെ എന്ന് പറയുമ്പോൾ എന്താണ്? നോട്ടഡ് ആണ്, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള മീനിങ്ങിലാണ് വരേണ്ടത്. അടുത്ത ഇവിടുത്തെ എന്താണ് വരേണ്ടത്? മോഡസ് ഓപ്പറൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഡോക്ടർ സലീം അലി ബാസ്, എ നാച്ചുറലിസ്റ്റ് ആൻഡ് ആൻ എക്സ്പേർട്ട് ഓൺ ബേർഡ്സ്, ഫൈൻഡ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻഡ് സെറ്റ് ഓഫ് വേർഡ്സ്. ഇവിടെ എന്താണ് പറയുന്നത്? ആൻ എക്സ്പേർട്ട് ഓൺ ബേർഡ്സ് എന്താണ് പറയേണ്ടത്? ഓർണിത്തോളജിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഓർണിത്തോളജി ആണ്, ഓർണിത്തോളജി. ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിൻ്റെയൊക്കെയാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഡെന്റിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർത്തോഡെന്റിസ്റ്റ് നമ്മുടെ പല്ലുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ് ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ലവ്സ് മാൻകൈൻഡ്, മനുഷ്യരെ ഇഷ്ടപ്പെടുന്നവരെയാണ് എന്ത് പറയുന്നത്? ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? എ പേഴ്സൺ ഹു ആൻ എക്സ്പേർട്ട് ഓൺ ബേർഡ്സ്. ആരാണോ നമുക്ക് എന്താണ് ബേർഡ്സിന്റെ കാര്യങ്ങൾക്കൊക്കെ എക്സ്പേർട്ട്? സലീം അലിയെ പറ്റിയാണ് പറയുന്നത് അല്ലെ, പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത്. when the police dashed, the thief had already left. രണ്ട് കാര്യങ്ങളാണ് അല്ലെ, നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. രണ്ടും കഴിഞ്ഞു പോയി. പക്ഷെ ആദ്യം നടന്ന കാര്യം എന്താണ്? ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അതായത് പോലീസ് അവിടെ വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? കള്ളൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നടന്ന കാര്യം ഏതാണ്? ഇതാണ് ആദ്യം നടന്നത്. ഇതാണ് രണ്ടാമത് നടന്ന കാര്യം. കള്ളൻ പോയി കഴിഞ്ഞിട്ടാണ് അവിടെ പോലീസ് വന്നത് അല്ലെ. അപ്പൊ ഇത് ആദ്യം നടന്ന കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ഇതിന് എന്തായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഹാഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ എഴുതുന്നത്. ഇനി രണ്ടാമത് നടന്ന കാര്യത്തെ സിമ്പിൾ പ്രസന്റ് മതി. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ വേണം വരാനായിട്ട്. രണ്ടും കഴിഞ്ഞ കാര്യമാണ്. ആദ്യം നടന്ന കാര്യത്തെ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യത്തെ എന്ത് വേണം? സിമ്പിൾ പാസ്റ്റിലുമാണ് പറയേണ്ടത്. അപ്പൊ ഇവിടുത്തെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതാണ്? കെയിമാണ്. ഓക്കെ ആണല്ലോ. നെന്മണി ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് നെന്മണി എഴുതുന്നത്? നെൽ പ്ലസ് മണിയാണ് നെന്മണി. അതേപോലെ നെല് പ്ലസ് മണിയും വന്നിട്ടുണ്ട്. നെല് പ്ലസ് മണിയും നെന്മണി എന്ന് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ചലത് പ്ലസ് ചിത്രം എന്താണ്? ചലത് പ്ലസ് ചിത്രം എന്ന് പറഞ്ഞാൽ ചലച്ചിത്രമാണ്. ചലത് പ്ലസ് ചിത്രം ചലച്ചിത്രമാണ്. പിന്നെ എന്ത് പറയാം? പൂ പ്ലസ് തിങ്കൾ ആണെങ്കിൽ എന്ത് പറയാം? അതിനെ പൂന്തിങ്കൾ എന്ന് പറയാം. പൂന്തിങ്കൾ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കവി എന്ന പദത്തിന്റെ എതിർലിംഗം കവി. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്? കവ എഴുതണം. പിന്നെന്താണ്? യാവള്ളി താവള്ളി. സോ ആൻസർ ഏതാണ്? യാവള്ളി താവള്ളി. ഇതാണ് ആൻസർ. കവ, യാവള്ളി താവള്ളി. കവയിത്രിയാണ്. ജനയിതാവ് എന്താണ്? ജനയിതാവ് വരേണ്ടത് ജനയിതാവ്. എന്ത് വന്നം? ജനയിത്രി. ജനയിതാവ് ജനയിത്രിയാണ്. പിന്നെ എന്ത് പറയാം? മനുഷ്യൻ എന്ത് പറയാം? സ്ത്രീലിംഗമായിട്ട് മനുഷി എന്ന് പറയാം. ഗുരു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗുരു എന്താണ്? ഗുർവിയാണ്. ഗുരു ഗുർവിയാണ്. പിന്നെ എന്ത് പറയാം? ഗുണവാൻ എന്താണ് വരേണ്ടത്? ഗുണവതി. ഗുണവാൻ ഗുണവതിയാണ്. പിന്നെ എന്ത് പറയാം? ദാതാവ് എന്താണ്? ധാത്രിയാണ്. ദാതാവ് ധാത്രി. നായകൻ എന്താണ്? നായികയാണ്. നായകിയല്ല, നായിക. നായകൻ നായികയാണ്. കർത്താവ് എന്ത് പറയാം? കർത്താവ് കർത്രിയാണ്. കർത്രി. ഓക്കെ. കാന്ത. പിന്നെ എന്ത് പറയാം? ഏകാഗിനി. ഓക്കെ ആണല്ലോ.
യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? യാഥാർത്ഥ്യം: കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, കൊത്തും കോളും ഒക്കുക, കണ്ണടച്ചിരുട്ടാക്കുക, ഒഴുക്കത്ത് വാലാട്ടുക. ഏതാണ്? യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുട്ടാക്കുന്നതിനെയാണ് യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ശുദ്ധമായ വാക്യം തിരഞ്ഞെടുക്കുക. മത്സര വിജയികൾക്ക് 3 പുസ്തകം വീതം കൊടുത്തു. ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടേ, ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. കാട്ടുമനുഷ്യൻ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിന്റെ ഒറ്റപ്പദമാണ്? കാട്ടുമനുഷ്യൻ: കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ, കാടുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന മനുഷ്യൻ, കാട്ടിൽ നിന്ന് വരുന്ന മനുഷ്യൻ, കാട്ടിൽ ജനിച്ചു വളർന്നവനെയാണ് കാട്ടുമനുഷ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് പോയിട്ട് കാട്ടിൽ കുറച്ചാൾ ജീവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടുമനുഷ്യനാവില്ല അല്ലെ. അതേപോലെ കാട്ടിലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ എന്താവില്ല? കാട്ടുമനുഷ്യനാവില്ല. കാട്ടിൽ നിന്ന് വരുന്നതുമല്ല. എന്താണ്? കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനെയാണ് നമ്മൾ കാട്ടുമനുഷ്യൻ. നമ്മൾ ഒറ്റപ്പദം പറയത്തില്ലേ, അതേപോലെ തന്നെ പഠിക്കുന്നതാണ്. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ കാട്ടുമനുഷ്യൻ. വ്യാകരണം അറിയുന്നവൻ ആരാണ്? വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ അല്ലെ, വൈയാകരണനാണ്. ഇനി ന്യായശാസ്ത്രം അറിയുന്നവൻ ആരാണ്? ന്യായശാസ്ത്രം അറിയുന്നവനാണ് നൈയായികൻ. നൈയായികനാണ് ന്യായശാസ്ത്രം അറിയുന്നവൻ. പിന്നെ എന്താണ് നമുക്ക് പറയാനുണ്ട്? ക്രോധത്തോടു കൂടിയവനാണ് ക്രുദ്ധൻ എന്ന് പറയുന്നത്. ക്രുദ്ധൻ. ഓക്കെ. പിന്നെ എന്താണ്? ധനം ആഗ്രഹിക്കുന്നവൻ എന്താണ്? ധനേച്ചു. ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു ആണ്. പിന്നെ ആരാണ്? കളത്രം. കുലത്തെ ത്രാണനം ചെയ്യുന്നവളാണ് കളത്രം. ഭാര്യ അല്ലെ. നമ്മുടെ കുലത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ് ആര്? ഭാര്യ എന്ന് പറയുന്നത്. കളത്രം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കടൽ എന്നർത്ഥം വരുന്ന മറ്റൊരു പദം. കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അർണവമാണ്. അർണവം. വാജി ആരാണ്? വാജി വാഹനൻ ആരാണ്? അയ്യപ്പനാണ് അല്ലെ. അപ്പൊ വാജി എന്ന് പറഞ്ഞാൽ ആരാണ്? കുതിരയാണ് വാജി എന്ന് പറയുന്നത്. അശ്മം ആരാണ്? അശ്മം എന്ന് പറയുന്നത് കല്ലാണ്. കല്ല്. എന്താണ്? ശാർദൂലം. ശാർദൂലം എന്ന് പറയുന്നത് കടുവയാണ്. ശാർദൂലം, നരി, വ്യാഘ്രം എന്നൊക്കെ പറയുന്നത് കടുവയാണ്. ഈ കുതിരയുടെ പര്യായങ്ങൾ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ. കുതിരയുടെ പര്യായ പദങ്ങളാണ് വാജി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വാജി വാഹനനാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അയ്യപ്പന്റെ വാഹനമാണ് എന്ത്? കുതിര. പിന്നെ അശ്വം. ഓക്കെ. പിന്നെ എന്താണ്? തുരങ്കം. പിന്നെ എന്താ പറയാ? തുരം. പിന്നെ തുരകം. അതേപോലെ ഘമം, ഹയം. ഇതെല്ലാം എന്താണ്? കുതിരയുടെ പര്യായ പദങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. നോക്കാം നമുക്ക്. ഏതാണ്? അസ്ഥികൂടം. ഏതാണ് അസ്ഥികൂടം വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരേണ്ടത്. അസ്ഥികൂടമാണ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അഞ്ജലി. എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത്? അഞ്ജലി. ഓക്കെ. പുഷ്പാഞ്ജലി എന്നൊക്കെ പറയത്തില്ലേ? അഞ്ജലി. അനന്തരവൻ. അനന്തിരവൻ അല്ല പറയേണ്ടത്, അനന്തരവൻ. പിന്നെ നമ്മൾ ഇച്ഛ പഠിക്കുന്നുണ്ടല്ലോ. അനുച്ഛേദം. എന്താണ്? ഏതാണ് അനുച്ഛേദം വരേണ്ടത്? അല്ലേ? ഇതാണ് അനുച്ഛേദം എന്ന് പറയുന്നത്. അനാച്ഛാദനം. അനാച്ഛാദനം. ഇതാണ് അനാച്ഛാദനം വരേണ്ടത്. അതേപോലെ അനിശ്ചിത. അതെന്താണ്? അത് ഈസ്റ്റായാണ്. അനിശ്ചിതം. ഓക്കെ. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട് നമുക്ക് തിരിഞ്ഞു പോകുന്നത്. പ്രശാന്തം എന്നതിന്റെ വിപരീത പദം. പ്രശാന്തമാണ് പ്രക്ഷുബ്ധമാണെന്ന് പറയാം അല്ലെ. പ്രശാന്തമാണ് പ്രക്ഷുബ്ധമാണെന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ് പ്രശാന്തം എന്ന് പറയുമ്പോൾ അല്ലെ, എന്റെ മനസ്സ് പ്രക്ഷുബ്ധമാണ് അല്ലെ, എന്റെ മനസ്സ് ശാന്തമാണ്, പ്രക്ഷുബ്ധം അല്ലെ, ഭയങ്കര കലുഷിതമാണെന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രദോഷം. എന്താണ്? പ്രഭാതം. പ്രഭാതം ഓപ്പോസിറ്റ് ആണ് എന്ത് വരേണ്ടത്? പ്രദോഷം വരേണ്ടത്. പ്രഭാതം പ്രദോഷമാണ്. ദോഷം നിർദോഷമാണ്. ദോഷം നിർദോഷം. പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അണിയം അമരമാണ് അല്ലെ. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? അഗ്രജൻ. അഗ്രജൻ ഓപ്പോസിറ്റ് ആണ് എന്ത്? അവരജൻ. അവരജൻ. കൊടുത്തു പ്ലസ് ഇല്ല ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? കൊടുത്തു ഇല്ല, കൊടുത്തില്ല അല്ലെ. കൊടുത്തതില്ല എന്നൊന്നുമല്ല, കൊടുത്തില്ല. എളുപ്പമായിരുന്നു. കൊടുത്തു പ്ലസ് ഇല്ല, കൊടുത്തില്ലയാണ്. നമ്മൾ നോർമലി പഠിക്കുന്നുണ്ടല്ലോ ആ പ്ലസ് അൻ. എന്താണ് ആ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ? അവനാണ്. ആ പ്ലസ് അള്ളാണെങ്കിലോ അവളാണ് അല്ലെ. നെക്സ്റ്റ് നോക്കാം. മെനി എ പിക്കിൾ മേക്സ് എ മിക്കിൾ. മെനി എ പിക്കിൾ മേക്സ് എ മിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതുള്ളി പെരുവെള്ളമാണ്. മെനി എ പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതുള്ളി പെരുവെള്ളമാണ് അതിന്റെ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പം 100 നമ്മുടെ 30 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളം മാത്സ് 30 വീതം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്